സിറ്റി കയറുന്നുണ്ടാ ഫുൾ സ്ക്രീൻ ആക്കി ജോക്കി ഒരു മിനിറ്റ് ജോക്കി. കളിച്ചോ. ഇതെന്തോ ഇത് എന്തോ ചെയ്യണ്ടേ? കീബോർഡ് മൂവി കൊണ്ടുപോയോ? ഫസ്റ്റ് ലെവലായി. ഇതാണ് വലിയ കാര്യം. ട്രൈ ഒരു ഗെയിം ആണോ ഗീജണ്ണ? അതിനകത്ത് വീണാലും ചത്തു ഇല്ല, അതിനകത്ത് കുഴി വീഴരുത്, അത്രേ ഉള്ളൂ. ജോക്കി അതിന്റെ മണ്ട കേറിയാലും ചത്ത് ജോക്കി. എന്തൊരു റിഫ്ലക്സ് ഇല്ലാത്ത ഈകളെ. ഇതെന്താണോ റിഫ്ലക്സ് ഇല്ലാണ്ട് കളിക്കുന്നത്? ആണോ? ഞാനൊക്കെ ഇപ്പൊ കാണിച്ചു തരായിരുന്നു. സിമ്പിൾ. ചാട്. ഇതൊന്ന് കളിച്ചു നോക്കി ജോക്കി. ഇതൊന്ന് കളിച്ചു നോക്കി. എടാ ഞാൻ നിങ്ങൾക്ക് കാര്യം പറയട്ടെ, ഇത് ലിങ്ക് ഒന്ന് വെച്ചേ. ഇത് സ്ക്രീൻ അതിനനുസരിച്ച് മൂവ് ആവും. കേറിട്ട് ലൈവ് ഇട്ടടാ. അവനെ ട്രോളാണ്, നമ്മൾ വിചാരിക്കും പോലെ പോകത്തില്ല ഗെയിം. ഗെയിമിന് ഇഷ്ടത്തിന് പോകും. ഇങ്ങോട്ടാ. നെക്സ്റ്റ് ലെവൽ. ഓ ഇത്ര ഉള്ള ഒരു ലെവല് കേറണം നീ. ഓ ഞാൻ വിചാരിച്ചു എന്നത് കയറിയാലും ചാവുന്നു. ഓ അത് പറ. ഇപ്പൊ തീർത്തരാം. എന്താ നീ വിചാരിക്കുന്ന പോലെ പോകത്തില്ല. ഉണ്ടോ നോക്കണേ. പോയി സ്പാമി ഞാൻ 6ാമത്തെ ലെവലായേ. ഒന്നും നടക്കത്തില്ല, തോന്നുന്ന കണക്ക് പോകും. ഇങ്ങനെ തള്ളുന്നുണ്ട് കേട്ടാ. എടാ മൈന, ഞാൻ സ്ട്രീം ഇട്ട് കാണിച്ചു തരാം. സിമ്പിൾ ഗെയിമിനൊക്കെ ഇത്ര നിക്ക് പോലെ. ഇനി പോക്കോ. രണ്ടാമത്തെ വീട്ടിൽ കയറിയേ. ഞാൻ 5 വീട്ടിൽ കയറി നോക്കി ഇപ്പൊ ഇവിടെ. പിന്നെ അതല്ല, ഞാൻ മറ്റേ ലെവല് മാറുന്നൊരു സാധനമുണ്ട്. ഇനി അടുത്ത ലെവലിലോട്ട് പോകുന്നത്. ക്ലിക്ക് ചെയ്ത് അടുത്ത സ്റ്റേജ്. അത് എളുപ്പ കളിച്ചോ. ഞാൻ തീർത്തു കേട്ടോ. നിന്ന് അവിടെ ഇരുന്ന് പലതും ഇറക്കിയും പൊട്ടിക്കും നീ. ഞാൻ കാണിച്ചു തരാമല്ലോ. എടാ ഇതൊന്നും വലിയ പാടുള്ള പരിപാടിയൊന്നും സ്ക്രീൻ നോക്ക്. ഒന്നും ഒരു സീനും ഉള്ള കാര്യമല്ല. ഞാനൊക്കെ കൊറേ ലെവലായി. ഈകൾ എത്രാമത്തെ ലെവലടാ? സെക്കൻഡ് സ്റ്റേജ്. അത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ. എനിക്കിത് ശരത്തേട്ടനെ കൊണ്ട് കളിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. എടാ ഇത് കളിച്ച് തീരാറായി ഞാൻ. ഫൈനലി ഇത് വഴി ലെഫ്റ്റില് ഇടിക്കുന്നടാ. എടാ ഇവിടുന്ന് വന്ന് പൊട്ടിക്കാൻ തുടങ്ങി കേട്ടോ അവിടെ. ഇത് പറ്റൂല. ഞാൻ എന്റെ ഐഡിയ കളിക്കാം. അത് ചോദിക്കണേ. സൂപ്പർ സിമ്പിൾ ഗെയിം. എന്തൊക്കെയായിരുന്നു സിമ്പിൾ ഗെയിം. ഇപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റും? എടാ ഞാൻ തീരാറായി കേട്ടോ. രണ്ടാമത്തെ സാധനം, രണ്ടാമത്തെ വീട്. പിന്നെ ദേഷ്യം. ഇതെന്താ? ഇതൊന്നും ഇല്ലല്ലോ. അതെന്തെളുപ്പം ഈസി. ഇത് തന്നെ തിരിച്ചൊരു ഓട്ടം ഓടിക്കും. ആ കുഴി പോയി ഇരിക്കണായിരിക്കും കേട്ടോ. ഈസി കാര്യം ഉണ്ടാ. നീ അവിടെ തന്നെ ഇല്ലേ? ഞാനും അവിടെ തന്നെ. ഇത്ര ഇവിടെ എത്തിയ ഒരു വരവ് വന്ന് തേർഡ് സ്റ്റേജിലായി. തള്ളിയിട്ട് കൊണ്ടുപോയി മതിലേ തട്ടിക്കൊണ്ടിട്ട്. ഞാനും തേർഡ് സ്റ്റേജ് ആയി. എന്നല്ല എന്റെ കളി. എന്റെ കളിപ്പുള്ളയാണല്ല ഞാൻ. പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കണ കളി അതൊക്കെ. നമ്മളെ പ്രൊഫഷണൽ ഗെയിമേഴ്സ്.
അവള് പിടിച്ചൊക്കെ കേറാൻ നോക്കി കേട്ടോ. അത്രേ ഉള്ളു. ചാടിക്കോ. ആ ചാടി ചാടി ചാടി. ഓക്കെ. കസാൻ പോലും ഇത്രയും പാടില്ലായിരുന്നു. എടാ അവൻ എന്താടാ അപ്പുറത്ത് പോവാത്തേ? മോളിൽ ചാടി ചാടി ചാടി. അങ്ങനല്ലേ അതിന്റെ മണ്ടയ്ക്ക് ചാടിയിട്ട് പറയട്ടെ. എടാ അവൻ നമ്മുടെ ചന്തി വന്നൊരു പുഷ് തരുമല്ലോ, ആ പുഷിന്റെ ഫോഴ്സിൽ നമ്മൾ അപ്പുറത്തോട്ട് പോണം, മനസ്സിലായ? അങ്ങനെയാ മേ ബി ആ സാധനം പൊങ്ങുമ്പോ അതിന്റെ മണ്ടയ്ക്ക് കയറിയിട്ടാണ് ചേർന്നത്. സൂപ്പർ. അങ്ങനെ ഒരു വഴിയില്ല. വണ്ടി നീ വിചാരിക്കും പോലെ പോകത്തില്ല ഗെയിം. ചേട്ടാ എനിക്ക് അതിന്റെ മണ്ടയ്ക്ക് ചാടിക്കരുത്, എന്നിട്ട് അതിന് ആ പൊങ്ങത്തില്ല, അതിന്റെ മണ്ടയ്ക്ക് കയറി. ആ അങ്ങനെ വല്ലതും കയറി. ഈസി. കഴിഞ്ഞാട്ടെ ഈ ലെവലൊക്കെ ഈസി ലെവലൊക്കെ. എടാ ഇത് എന്ത് എളുപ്പമുള്ള ഗെയിമാടാ ഇങ്ങളെ. എടാ ഇടിച്ചിട്ടടാ. സിമ്പിൾ. അല്ല പിന്നെ നിന്ന് പോണോടാ. സിമ്പിൾ സിമ്പിൾ. അവിടെ വെച്ച് പോയി തട്ടിയിടാൻ നോക്കിയുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റേബിൾ ആവട്ടെ, എന്നിട്ട് ഞാൻ വരാം. ചതിച്ചതാ. ഇതെങ്ങനെയാടാ ഈ ലെവല് കീരി എന്റെ നോക്കിയടാ. ചാടണ്ടാ അവിടെ തന്നെ നിന്നാ വേണ്ട, അത് കുറച്ച് സ്ഥലമില്ല ഈ സ്ഥലത്ത് നിൽക്കാൻ. ഈ റൈറ്റ് സൈഡിൽ തന്നെ സ്ഥലം കണ്ടാ. ഇവിടെ ചാടുന്നതിന് മുമ്പ് അവിടെ നിന്നാ അതിന്റെ മുകളില് റോഡ്സിന്റെ മുകളിൽ കൂടെ എന്തൊരു ബുദ്ധിയാടാ. അതിന്റെ മുകളിലത്തെ ഡോട്ടിലിട്ട് ടച്ച് ചെയ്തേ. അപ്പൊ എനിക്കറിയത്തില്ല, നോക്കണം. ഒരു ബോൾ എടുത്തില്ല. ചേട്ടാ ഞാനൊരു കാര്യം പറയാം, തിരിച്ചു നടന്നേ. ഇല്ല അതും ഇല്ല. ചേട്ടനെ മുകളിലത്തെ എടുക്കാൻ പാടില്ല. അപ്പൊ മുകളിലത്തെ എടുക്കാൻ പാടില്ലെന്ന്. നേരെ ഓടിയ നേരെ ഓടിയ. ഇനി അഗീകളിൽ നോക്കട്ടെ ഇവിടെ എന്തായി. തീർന്നില്ലേ ഇത്? രണ്ടെണ്ണം തൊട്ടാ പൊടിയുന്നതാ. അപ്പൊ ഞാനാണല്ലോ ഈ കൂടെ ഏറ്റവും മുമ്പത്ത്. ഞാനാ ഏറ്റവും മുമ്പതി. അല്ലല്ല ഞാൻ ശരത്തേനൊക്കെ മുമ്പത്ത് ഞാനാ. നേരത്തെ നമ്മൾ നോക്കിയില്ല അത് തന്നെ. അല്ലല്ല അതൊക്കെ കഴിഞ്ഞ ചേട്ടാ എടുക്കണ്ട, വെള്ളത്തെടുത്ത് തീരും. നേരെ നടന്നങ്ങ് പോയാ മതി. ഈകളെ വെള്ളത്തെ എടുക്കാൻ പാടില്ല, നിന്നെ പറ്റിക്കാൻ പറ്റിക്കോ അത്. അതാ പോയിട്ട് വന്ന് വീണ്ടും എടുത്തത്, മനസ്സിലായ? ഓക്കെ സൂപ്പർ. ഇൻവിസിബിൾ ഇൻവിസിബിൾ. എടാ എങ്ങനെയാണ് ആ ഗ്യാപ്പിൽ കൂടെ കറക്റ്റ് ആയിട്ട് താഴോട്ട് പോയത്? അവിടെ എത്തുമ്പോ തന്നെ അല്ലല്ല ഇത് മൂന്നിൽ തൊടണം, മൂന്നിൽ തൊട്ടാലേ ഇത് കയറാം. ആണോ? രണ്ടെണ്ണത്തിൽ തൊടുന്നതിന് മുമ്പ് താഴെ വീഴുമല്ലേ? അല്ല മൂന്നിൽ തൊടണം, മൂന്നിൽ തൊടണം. നീ അവിടെ നിന്നേ, രണ്ടാമത്തിൽ നിന്നിട്ട് ചാട്. ഇന്നലെ തന്നില്ലല്ലോ. നിന്നോ? ആ അടുത്തേൽ നിക്ക്, ഇനി ചാട്. അത് നീങ്ങിപ്പോയടാ പോലെയാടി, അത് നീങ്ങിപ്പോയത്. ഇഷ്ടപ്പെട്ടിട്ടില്ല അത്. ഫാസ്റ്റ് ചെയ്താലും എന്തേലും ഗുണമുള്ള. ഓടി ഒന്ന് ജമ്പ് ചെയ്തേ, ഓടി ഒന്ന് ജമ്പ് ചെയ്തേ. ഇതേ നടക്കുന്നു. എടാ ഞാൻ എനിക്കിപ്പോ കാര്യം മനസ്സിലായി, എങ്ങനെയാന്ന് പറയട്ടെ. നിങ്ങളെ കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യം. നമുക്ക് ഒരു വട്ടം ചാടി ഇവിടെ നിക്കാം, എന്നിട്ട് ഇത് ഇങ്ങനെ നീങ്ങാം. അടുത്തേലെ ചാടി ഞാൻ ഇങ്ങനെ നീങ്ങി, ഇനി ഒരു വട്ടം നീങ്ങും. വേണ്ട, ഒരു വട്ടം നീങ്ങായിരുന്നു. ഞാൻ രണ്ടെണ്ണമായിപ്പോയി. ഒരു വട്ടം നീങ്ങായിരുന്നു, മനസ്സിലായ?
ഒന്ന് ഞാൻ പറയാം അവിടെ നിന്ന് ചാടുന്ന പോലെ ആക്കിയിട്ട് തിരിച്ചു വാ ആ. ചാടിയിട്ട് തിരിച്ചു വാ ചാടിയിട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വാ റൈറ്റിലോട്ട് ചാടിയിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ബീറ്റ് ആ ട്രാപ്പ് ബീറ്റ് താഴോട്ട് പോകാനല്ല റൈറ്റ് സൈഡിലോട്ട് ചാടിയിട്ട് ലെഫ്റ്റിലോട്ട് ചെയ്യണം. അതെ അപ്പോഴേക്കും അത് നീ മൂവ് ആവും മനസ്സിലായോ മറ്റേ ട്രാപ്പ് ബെയിറ്റ് ആക്കി കൊടു. അത് വെച്ചേക്കാൻ ചാടി പറ്റില്ല, തിരിച്ചു. ഒരു വട്ടം ആക്ക്. മിഡ് എയറിൽ തന്നെ ചാടാൻ മിഡ് പറ്റൂല എയറിൽ ഇതില്. ഇല്ലേ അങ്ങനെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ചാടാൻ പറ്റൂല. ഇത് ഭയങ്കര ഇതിനൊരു വല്ലാത്തൊരു സൗണ്ട്. ഇതിന്റെ സൗണ്ട് ബെയിറ്റിംഗ് ആ നമുക്ക്. വന്നില്ലേ ആ സാധനം വന്നു കേട്ടോ. അത് പറ്റും, അതെല്ലാ ഗെയിമിലും പറ്റും. നടക്കുന്നു ഓക്കെ ഇല്ല ഇത് തീർത്ത് എനിക്ക് ഗെയിം തീർക്കണം. ഹൈ ആ അടുത്തുണ്ടായിരുന്നു അടി കിട്ടുമായിരുന്നു എടാ അങ്ങോട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടേ, ഈ നാട്ടുകാർ കാണുന്ന 50-90 ഒക്കെ എടുത്തു വെച്ചിട്ടേ ഞാൻ സ്ട്രീം ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 50-90 ഒക്കെ 2 MB ഗെയിം ഡൗൺലോഡ് ചെയ്യണ്ടല്ലോ ഹൈ ഗ്രാഫിക്സ് ഇട്ടാ കളിക്കുന്നത്, എല്ലാരും കാണണം. ഫുൾ ഗ്രാഫിക്സ് ആണ്. ഫുൾ ഗ്രാഫിക്സ് ആ. എടാ ഞാൻ എന്തായാലും എന്റെ അത്ര എത്തിക്കാണല്ലോ ശരത്തേട്ടാ. നേരത്തെ കളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഒരു ഒന്നര ഇല്ല ശരത്തേട്ടൻ കഴിഞ്ഞാൽ 3, 4, 5 ആറാമത്തെ ഗുണ ഗെയിമാണടാ ഇത്. ഓ മനസ്സിലായി. ഓക്കെ ഈകളെ അതിൽ തുടരുത്. ഒന്നും തോന്നണ്ട നമുക്ക് വെറുതെ. ഒന്നും തൊടല്ല അണ്ണ ലാസ്റ്റ് പെട്ടെന്ന് അണ്ണ ലാസ്റ്റ് ഓടിക്കാറണം ഇല്ല കണ്ണാപ്പി പറഞ്ഞു കൊടുക്കണ്ട കളിക്കട്ടെ. ചാടണം തോന്നുന്നു അല്ലേ? ചടണം തോന്നുന്നു. കൊച്ചു പിള്ളേരുടെ ഗെയിം അവിടുന്നല്ല കൊച്ചു പിള്ളേരുടെ ഗെയിം. ആരാത് പറഞ്ഞേ ടൈം കൂടി അവൻ പറഞ്ഞു ഓടിക്കറണമെന്നല്ലേ ഞാൻ പറഞ്ഞ കള്ള. അതിനകത്ത് കയറടാ പുറത്തോട്ട് മുമ്പ് ചന്തിക്ക് ഇടിച്ചിട്ടാ ചന്തി അടിച്ച് ഫ്രണ്ടിലാക്കിന്ന്. അവിടെ ഒരു ബ്രേക്ക്, അതിൽ തൊടാൻ പാടില്ല. അവിടെ ഒരു ബ്രേക്ക് വേണമായിരുന്നു അളിയാന്ന്. മൂവി എന്നെ കൊന്നടാ. ലാസ്റ്റ് തോന്നുമ്പോ നീ ചാടണ്ട അവിടെ നിക്ക്. ഒരു കാര്യം ശ്രദ്ധിച്ചാ, ജോക്ക് പീസ് അടിച്ചു പൊട്ടിച്ചത് വഴി പോയി. അടിച്ചു കൂട്ടി കീബോർഡിന് സൗണ്ട് കേൾക്കുന്നു. ഞാനിത് തീർത്തിട്ടേന്ന് വരുന്നത്. ലെവൽ 2 ഏഴാമത്തെ വീടായി. ലെവൽ 2 ഉണ്ട് കേട്ടോ. വഴി കാണിക്കുന്ന പോലെ കുറെ നേരെ കയറിയ പോരെ. ഇതൊന്ന് ചാടറാ കൊച്ചു പൂച്ചാണ്ടി. അവിടെ നിന്ന് കീബോർഡൊക്കെ പൊട്ടി പോയി. സൂക്ഷിച്ച് ചാടണം. എന്തോ ഒരു ട്രാപ്പ് ഒന്നുമില്ല ധൈര്യമായിട്ടാണ് ചാടിക്കുക. ചുമ്മാ പലതും നമ്മളെ പറ്റിച്ച് വീണ്ടും. ഇതാദ്യം കാണും എന്തേലും കാണും. എന്താ പിയാടി മനസ്സിലായി. അവിടെ വിളിയൊക്കെ കേട്ടു തുടങ്ങിട്ടാ. ഒന്നുമില്ല ധൈര്യമായിട്ട് ജമ്പില്ല. ഈ സാധനം പൊങ്ങുവാണ് മനസ്സിലായ. ഐഡിയ ഞാൻ തന്നെ വേണം. ദേവി പറയായിരിക്കും, ഐഡിയ പറയായിരിക്കും. ഞാൻ കളിച്ചോളാം. കളിക്കട്ടാ. ഇതെന്താ അടിയില് റബ്ബർ ബുഷ് വെച്ചാ? സൂപ്പർമാന്റെ ഷഡ്ഡി കിട്ടിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ബ്രോ ഫുൾ ഗ്രാഫിക്സിൽ എനിക്ക് ആവറേജ് ഇപ്പൊ ഒരു 1300 FPS കണ്ട സിമ്പിൾ. എടാ ഞാൻ ഒരു പറയാൻ
ഞാൻ പണ്ട് എന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് കൊതുകിന് വരെ ഷെഡ് ഇടിക്കാൻ പറ്റും. ഞാൻ പണ്ടൊരു കൊതുകിനെ ഷെഡ് ഇടിപ്പിച്ചിട്ട് അതിന് പിന്നെ ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റാതെ അത് മരിച്ചു പോവായിരുന്നു. പക്ഷെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാൽ കൊതുകിനെ വരെ ഷെഡ് ഇടിക്കാം. വിളിക്കുന്നുണ്ടോ? ഓ വിളിക്കാം. വിളിക്കണേ. പിന്നെ കീബോർഡ് അതെന്താ തന്നെ ചാടിയത്? പുതിയ കീബോർഡ് മേടിച്ചിട്ട് വരാം. വിളിക്കണേ. പുതിയ കീബോർഡ് മേടിച്ചിട്ട് കേട്ടോ വിളിക്കണേ. കേട്ടോനെ നമ്മള് സ്പേസിൽ നിന്ന് വിട്ട അപ്പൊ പോവുത്. കണ്ടോ ഇത് കണ്ടോ? ജോക്കി ഒരു മിനിറ്റ് സ്പേസിൽ നിന്ന് വിടാൻ പറ്റൂല. കണ്ടാ തിരിച്ചു ചാട്. ലെഫ്റ്റിലോട്ട് എന്നിട്ട് വീണ്ടും പോ. എന്നിട്ട് അടുത്തതിനകത്ത് സെയിം റിപ്പീറ്റ്. എന്നിട്ട് തിരിച്ചു ചാട്. എന്നിട്ട് സെയിം റിപ്പീറ്റ്. അങ്ങനെ പോയില്ലേ ലെഫ്റ്റ് വെക്കാൻ റൈറ്റിലോട്ട് പോകും. വിളിക്കണാ? വിളിക്കാം. സിമ്പിൾ. ആദ്യം മനസ്സിലായി ഡീകോഡ് ഇട്ടെ. ആദ്യത്തെ ലെഫ്റ്റിലത്തെ പൊളിഞ്ഞു പോകും, രണ്ടാമത് റൈറ്റിലത്തെ പൊളിഞ്ഞു പോകും. ഓക്കെ, സെന്ററിലേക്കണം. പൊളിയന്റെ ആവശ്യമൊന്നുമില്ല. എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോയെന്നറിയാവോ? അത്രേ ഉള്ളൂ. ഈസി. ഇത് എനിക്ക് ഡീകോഡ് 2 സെക്കൻഡ് വേണേ. അതെ, എന്തേലും പൊളിയാനുണ്ടല്ലോ. ഇല്ലേ? ഇല്ല, ഇതൊന്നും പൊളിയാനില്ല. ചിലടത്തെ ചിലടത്ത് കൺഫ്യൂസ് ചെയ്യാൻ നമ്മളെ വെച്ചിരിക്കുക. എന്താ പോകാനുണ്ട് ഇവിടെ? ഞാനായിരുന്നു പോകാനുള്ളത്. അല്ല, അതിന്റെ കൂടെ പ്ലാറ്റ്ഫോം പോയായിരുന്നു. താഴോട്ട് പോയിരുന്നു. അപ്പൊ അതിന് മുമ്പ് ചാടിക്കണം. എന്തൊരു സാധനോടാ. ഞാനൊരു കാര്യം പറയാം. നിങ്ങളിത് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യല്ലേ. നാളെ മറ്റേ ധോണി ക്യാൻഡി ക്രഷ് കളിച്ചപ്പോൾ ഡൗൺലോഡ്സ് കൂടിയതുപോലെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ക്യാഷ് തരാനാ വയ്യ. അവര് ഡയറക്ടറിനെ കോൺടാക്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അഹങ്കാരമായി പോവേ. പൈസ കൊടുക്കണം. ആണല്ല, അപ്പൊ ഒരു വണ്ടി മേടിക്കത്തില്ല. അത് അല്ലല്ല അത് ഇപ്പൊ സ്ക്രീനിൽ കാണിച്ച പോർഷൻ ഇല്ലേ, അത് പോയി. നമ്മളത് ഊഹത്തിൽ ചാടണം. കണ്ട പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ ചാടുമ്പോ താഴെ വീഴും. ഒരു തന്തയില്ലാത്തവനാണ്. എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുക ആൾക്കാര്? അഞ്ചാമത്തെ വെയിറ്റ് എടാ മിണ്ടാ കളിക്കടാ. സിമ്പിൾ ഗെയിം ആണ്. അപ്പൊ അതിന്ന് തിരിച്ച് ഇതീ ചാടിയിട്ട് മുകളിലോട്ട് ചാടണം അല്ലേ? മുകളിലോട്ട് ചാടണം. ഇങ്ങനെ ആലോചിച്ചു വന്നു. തിരിച്ച് ചാടാൻ സമ്മതിക്കുന്നില്ല. അതിൽ നിന്നാ മതി. സത്യം, ഞാൻ എന്തിനാ മറ്റേ ചാടുന്നില്ലേ? ഞാനത് പറഞ്ഞപ്പോ പോലും നിങ്ങക്ക് എന്നെ ഒന്ന് തിരുത്തിക്കൂടായിരുന്നോ? ഓക്കെ, അത് മാത്രം മുകളിലായിരുന്നോടാ. എന്തൊരു കട്ട മാറ. അവിടെ സ്ട്രൈഫ് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ശ്രദ്ധിച്ചോണേ. മിഡ് സ്ട്രൈഫ് ചെയ്യണേ. ലെഫ്റ്റിലോട്ട് സ്ട്രൈഫ് ചെയ്ത് നോക്ക്. നോർമലി ചാട്. നോർമലി ചാടിയില്ല, അതിനെ മണ്ടയ്ക്ക് ഇടിക്കും. നോർമലി ചാടി ആണ് നോർമലി ആരും ചാടിയത്. അത് ചാടിയില്ല. നോർമലി ചാടാൻ പറ്റും. നോർമലി ചാടാൻ പറ്റും നിനക്ക്. അതിൽ തന്നെ ടച്ച് ചെയ്യണമെന്നില്ല. അവിടെ തട്ടണം. അവിടെ ലാസ്റ്റ് മാത്രമാണ്. മറന്നു പോയെന്നല്ല, സത്യം മറന്നു പോകുന്നുണ്ട്. മറവിനോണ്ട് കേട്ടാ. ഇതിന് നേരെ നടന്നു കയറിയാ മതിയല്ലേ?
ഓ പക്ഷെ ലാസ്റ്റത്തിൽ അങ്ങനെ കയറരുത്, ലാസ്റ്റത്തിൽ ചാടി പോണം, അത്രേ ഉള്ളൂ. ഇതിലും ചാടാ, ഇതിലും ചാടി കയറി ഇത്രേ ഉള്ളൂ. എന്തൊരു സിമ്പിൾ ആണ് ഇത്. സൂപ്പർ. ഞാൻ ഇപ്പഴേ എനിക്ക് മനസ്സിലായി, ഇത് നമ്മള് കുഴി വീഴണം. അവിടാണ് കണ്ട കുഴി. അടുത്തൊരു കുഴി ഉണ്ടോ ഇല്ല കേട്ടോ. അടുത്തൊരു കുഴിയില്ലടാ, അത് തന്നെ അടി പോവാ. കണ്ട എന്തോ ഉണ്ടാക്കി വെച്ചേക്ക. ഇത് കുഴിന്ന് വരുവേ. അവിടെ ലെഫ്റ്റോട്ട് ചാടി. അത്രേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിൾ. ടെൻഷനായി പോയെന്ന്. ടെൻഷനായി കളഞ്ഞ്. സൂപ്പർ. എടാ അത് നീങ്ങും നിനക്കറിയാം. കണ്ട ഈ തന്തലത്തിന് അനങ്ങാതിരുന്ന കണ്ട അത് അവിടെയാണ്. നീ അവിടെ നേരെ റൈറ്റിലോട്ട് പോയി നോക്ക്, അവിടെ നേരെ റൈറ്റിലോട്ട് അങ്ങ് ചേർന്ന് പോയി നോക്ക്. സിമ്പിൾ. ചാട്, റൈറ്റിലോട്ട് ചാട്. സിമ്പിൾ.